ഫലസ്തീൻ സ്വതന്ത്രമാവുക എന്നത് പരമപ്രധാന ലക്ഷ്യമായി കാണുന്ന ഹിസ്ബുള്ള ഇസ്രായേലിന്റെ വടക്കൻ ഗലീലിയിൽ മെഡിറ്ററേനിയൻ കടൽ മുതൽ ഗോലാൻ കുന്നുകൾ വരെ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങളാണ് നടത്തിയത്. ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണങ്ങളെ പിന്തുണയ്ക്കാൻ തുടങ്ങിയ ഒക്ടോബർ 8 മുതൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ആയിരക്കണക്കിന് ആക്രമണങ്ങൾ സയനിസ്റ്റുകൾക്കെതിരെ നടത്തിയിട്ടുണ്ട്. ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹിസ്ബുള്ള ഡ്രോണുകളുടെയും വിവിധ മിസൈലുകളുടെയും ഉപയോഗം ഇരട്ടിയാക്കി. ഇസ്രായേലിൽ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയും വാർ ക്യാബിനറ്റ് അംഗമായിരുന്ന ബെന്നി ഗാൻസ് ജൂൺ 9 രാജിവെക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഇസ്രായേലിനെതിരെയുള്ള ഹിസ്ബുള്ളയുടെ അവസരോചിത മിന്നലാക്രമണം. ഭൂതല ആകാശ മിസൈലുകളുടെ ഉപയോഗവും ഹിസ്ബുള്ള 10 മടങ്ങ് വർദ്ധിപ്പിച്ചതും ഇസ്രായേലിനെ വിറപ്പിച്ചുവെന്നു തന്നെ പറയാം. ജൂൺ 1-നും 10-നും ഹിസ്ബുള്ള ഇസ്രായേലി ഹെർമിസ് 900 ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. ഹെർമിസ് 450 ഏപ്രിലിലും മറ്റൊന്ന് ഫെബ്രുവരിയിലും വെടിവെച്ച് വീഴ്ത്തി. വലുതും ഇടത്തരവുമായ ഇസ്രായേലി ഡ്രോണുകൾക്കെതിരെ വെടിവെച്ച് വീഴ്ത്തുന്നതിൽ ഹിസ്ബുള്ള വൻ വിജയം നേടിയതായാണ് യുദ്ധനിരീക്ഷകരുടെ വിലയിരുത്തൽ. ജൂൺ 9 ഭൂതല മിസൈൽ ഉപയോഗിച്ച് ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധവിമാനത്തെയും ലക്ഷ്യമാക്കി മുന്നേറ്റം കുറിച്ചു. ഹെർമിസ് ഡ്രോൺ US നിർമ്മിത പ്രഡേറ്ററിനേക്കാൾ വലുതാണ്, പക്ഷേ റീപ്പറിനേക്കാൾ ചെറുതുമാണ്. ഹെർമിസ് 450-ന് ടർക്കിഷ് നിർമ്മിത ബയർതക്തറുമായി സാമ്യമുണ്ട്. ജൂൺ 9 ഞായറാഴ്ച ഹിസ്ബുള്ള 11 റൗണ്ട് ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിയിട്ടുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ. ഇസ്രായേലി നഗരമായ നഹാരിയയ്ക്ക് സമീപമെത്തിയ ഡ്രോൺ ഇസ്രായേൽ ഏറെ പാടുപെട്ടാണ് തടഞ്ഞത്. ജൂൺ 10 അർദ്ധരാത്രിക്ക് ശേഷം കടലിന് സമീപമുള്ള ഇസ്രായേലി സൈറ്റുകളിൽ സൈറണുകൾ മുഴങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇവ തെറ്റായ അലാറങ്ങളാണെന്ന് IDF വ്യക്തമാക്കുകയായിരുന്നു. ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു മാസമായി തെറ്റായ അലാറങ്ങൾ ഉയർന്നിട്ടുണ്ടെന്നാണ് IDF പറയുന്നത്. അതേസമയം ഇസ്രായേലിനുണ്ടായ നാശനഷ്ടങ്ങൾ സൈന്യം ബോധപൂർവം മറച്ചുവെക്കുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ് യുദ്ധനിരീക്ഷകർ. ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെയെല്ലാം സ്ഥിരീകരിച്ച് IDF രംഗത്തു വന്നിട്ടുണ്ടെങ്കിലും അവരുടെ വിശദീകരണങ്ങളിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. IDF പറയുന്നതനുസരിച്ച് വടക്കൻ ഇസ്രായേലിലെ മനാര, യിറോൺ, അവിവിം, മാർഗലിയറ്റ്, ഇഫ്താച്ച് പ്രദേശങ്ങൾ ലക്ഷ്യമാക്കിയെത്തിയ മിസൈലുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനാര, യിറോൺ പ്രദേശങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ സംഭവിച്ചതായി കണ്ടെത്തി. കൂടാതെ യിറോൺ, ഇഫ്താച്ച്, മനാര എന്നിവിടങ്ങളിൽ തീപിടുത്തവുമുണ്ടായി. മനാറയിലെ തീ കുറച്ചു കഴിഞ്ഞ് അണച്ചു. പീരങ്കികളുടെ സഹായത്തോടെ ഇസ്രായേൽ ഇതിനോട് പ്രതികരിച്ചുവെന്നാണ് IDF തന്നെ വ്യക്തമാക്കുന്നത്. IDFന്റെ പ്രസ്താവനയിൽ നിന്ന് തന്നെ ആക്രമണത്തിന്റെ വ്യാപ്തി ഏറെ വ്യക്തമാണ്. പക്ഷേ യഥാർത്ഥ നഷ്ടങ്ങൾ പുറത്തുവിടാൻ ഇസ്രായേൽ മടിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതെന്നും ഹെർമോൺ പർവ്വതത്തിലേക്ക് നിരവധി റോക്കറ്റുകൾ ഹിസ്ബുള്ള വിക്ഷേപിച്ചതായും IDF സ്ഥിരീകരിക്കുന്നുണ്ട്. സൂര്യാസ്തമയ സമയത്ത് വടക്കൻ ഇസ്രായേലി നഗരമായ കിര്യത്ത് ഷ്മോനയിൽ നിരവധി തെറ്റായ അലാറങ്ങൾ ഉണ്ടായതായും IDF പറഞ്ഞു. തെക്കൻ ലെബനനിലെ ഐത്തറൗൺ, ഐത്ത ഷാബ് പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആയിരക്കണക്കിന് റോക്കറ്റുകളെയും മിസൈലുകളെയും ഡ്രോണുകളെയും തങ്ങളുടെ വ്യോമ പ്രതിരോധ നിര തടഞ്ഞിട്ടുണ്ടെന്നാണ് IDFന്റെ മറ്റൊരു അവകാശവാദം. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട 150-ലധികം UAVകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നും IDF പറയുന്നു. ഏപ്രിൽ 13-നും 14-നും ഇടയിൽ ഒറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തടഞ്ഞ ഇറാനിയൻ UAVകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് ഇസ്രായേലിന് വ്യക്തതയില്ല. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിന് തൊട്ടു പിന്നാലെയാണ് ഗസയിൽ സമഗ്ര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന US പ്രമേയം UN രക്ഷാസമിതി പാസാക്കുന്നത്. അമേരിക്കയുടെ പ്രമേയത്തെ പിന്തുണച്ച് ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയതിന് പിന്നാലെ ഹമാസ് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. പ്രായോഗിക തലത്തിൽ വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഖത്തറും ഈജിപ്തും ഹമാസ് നേതൃത്വവുമായി ഉടൻ ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. ഗസയിൽ ഉപാധികളില്ലാതെ വെടിനിർത്തൽ ആഹ്വാനത്തിന് മുൻകൈയെടുത്ത US തീരുമാനത്തിന് പിന്നിൽ ബൈഡൻ ഭരണകൂടത്തെ സ്വാധീനിച്ച ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. അതിൽ ഹിസ്ബുള്ള നടത്തിയ പോരാട്ടം എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാകുമെന്ന് യുദ്ധനിരീക്ഷകരാണ് വിലയിരുത്തേണ്ടത്.